ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സുശാന്താണ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റ് ക്ലോസിംഗ് കഴിഞ്ഞു. മാർക്കറ്റ് ഇന്നും നമ്മളെ നിരാശപ്പെടുത്തി എന്ന് വേണം പറയാൻ. 100 പോയിന്റിലധികം താഴ്ന്നിട്ടാണ് നിഫ്റ്റി ഇന്നും ക്ലോസ് ചെയ്തിരിക്കുന്നത്. കാരണം 17,221 ഒരവസരത്തിൽ 17,200 താഴെ പോയ നിഫ്റ്റി 17,221 ക്ലോസ് ചെയ്തിരിക്കുന്നു. സോ അവസാനത്തെ 30 മിനിറ്റാണ് നല്ല രീതിയിലുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് മാർക്കറ്റിൽ കണ്ടത്. തീർച്ചയായും ഇന്ന് ഫെഡറൽ റിസർവിൻ്റെ മീറ്റിങ്ങും കാര്യങ്ങളും പിന്നെ ഗവൺമെൻറ്റിൻ്റെ അനൗൺസ്മെൻറ്റുകൾ പല കാര്യങ്ങളാണ്. FIIസിൻ്റെ സെല്ലിംഗ് ഫിഗേഴ്സ് ഇതുവരെ വന്നിട്ടില്ല. സോ FIIs വീണ്ടും സെല്ലിംഗ് മോഡിൽ തന്നെ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. സോ ഇതൊക്കെ തന്നെയാണ്. പക്ഷേ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ ഇത് നടന്നു എന്നുള്ളതാണ്. സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് TVS മോട്ടോഴ്സിൻ്റെയും അതുപോലെ തന്നെ BMW മോട്ടോർ ഹെഡ്സിൻ്റെയും കോൺട്രാക്റ്റുകൾ, മറ്റു പല സ്പെസിഫിക് സ്റ്റോക്കുകളിൽ നല്ലൊരു ചെമ്പൽ ഫെർട്ടിലൈസേഴ്സ്, അങ്ങനെ ഇൻസെൻറ്റീവ്സിൻ്റെ PLI സ്കീംസിൻ്റെ, സെമി കണ്ടക്ടേഴ്സിൻ്റെ PLI സ്കീംസിൻ്റെ അനൗൺസ്മെൻറ്റ്, റുപേ കാർഡിൻ്റെ ഈ ഒരു പറയുന്ന കാര്യങ്ങളൊക്കെ ഇന്ന് മാർക്കറ്റിൽ നടന്നു. അതിൻ്റെ ഭാഗമായിട്ട് തീർച്ചയായിട്ടും സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള മൂവ്മെൻറ്റുകൾ നമുക്ക് കിട്ടി എന്ന് പറയാം. ഡിസ്കൗണ്ട് സ്കീം, റുപേ ഡെബിറ്റ് കാർഡ്സിൻ്റെ ഡിസ്കൗണ്ട് സ്കീം, അതുപോലെ തന്നെ ക്യാബിനറ്റ് ഇൻസെൻറ്റീവ് സ്കീം ഫോർ സെമി കണ്ടക്ടേഴ്സ്, ഇതൊക്കെ അപ്രൂവ് ചെയ്തു. TVS മോട്ടോഴ്സിൻ്റെയും BMW മോട്ടോർ ഹെഡ്സിൻ്റെയും ടൈഅപ്പ് വാർത്തകൾ, ഇതൊക്കെ മാർക്കറ്റിനെ തീർച്ചയായിട്ടും പറഞ്ഞിട്ടുണ്ട്. ഇതിൽ 2-3 കാര്യങ്ങൾ കൃത്യമായിട്ട് എടുത്തു പറയാൻ വേണ്ടിയിട്ടാണ്. മാർക്കറ്റ് ഔട്ട്ലുക്കിനെ പറ്റി കൃത്യമായിട്ടുള്ള ഡെറിവേറ്റീവ് ഡാറ്റകളും മറ്റുമൊക്കെ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. സോ അതിന് മുമ്പായിട്ട് 2-3 കാര്യങ്ങൾ പറയാൻ തോന്നി. അതിലൊന്ന് SBI കാർഡുമായിട്ട് ബന്ധപ്പെട്ടാണ്. നമ്മൾ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് SBI കാർഡ് എടുത്തിട്ടുണ്ട്. ഞാനും SBI കാർഡ് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ 1-2 പ്രാവശ്യം നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറി. പക്ഷേ വീണ്ടും അത് താഴ്ന്ന് നല്ല രീതിയിൽ 2020 ശേഷം ആദ്യമായിട്ട് 21 ഏപ്രിലിന് ശേഷം ആദ്യമായിട്ട് 900-ന് താഴെ SBI കാർഡ് വന്നിരിക്കുന്നു. സോ എന്താണ് കാര്യം? SBI കാർഡിൽ വാങ്ങാവോ, നല്ല ഓപ്പർച്യൂണിറ്റി ആണോ എന്നുള്ള കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ അതിനെ പറ്റിയിട്ട് ഇന്ന് വിശദമായിട്ടൊരു റിപ്പോർട്ട് കണ്ടു. അതിനെ ചൂടുപിടിച്ചിട്ടാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 12% താഴെ വന്നു SBI കാർഡ് എന്ന് പറയാം. അത് പ്രധാനമായിട്ടും മർച്ചൻറ്റ് ഡിസ്കൗണ്ട് റേറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യത്തിലാണ്, അല്ലെങ്കിൽ മർച്ചൻറ്റ് ഡിസ്കൗണ്ട് റേറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡിസ്കഷൻ പേപ്പർ അടുത്ത മാസം RBI മുന്നോട്ട് വെക്കുന്നുണ്ടെന്നാണ് കേൾക്കുന്നത്. എന്താണ് ഈ മർച്ചൻറ്റ് ഡിസ്കൗണ്ട് റേറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു സാധനം ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ട് ഒരു സാധനം വാങ്ങുന്ന സമയത്ത് ഏത് കടയിലാണോ നമ്മളത് ഉപയോഗിക്കുന്നത്, ആ കടയിൽ നിന്നും അവരുടെ വരുമാനത്തിൻ്റെ ഒരു ഭാഗം ഈ ബാങ്കിന് ഫീസായിട്ട് പോകുന്നുണ്ട്. പ്രത്യേകിച്ച് SBI കാർഡ് പോലുള്ള ഒരു കമ്പനിയെ സംബന്ധിച്ചിട്ട് 40-50% വരുമാനവും കാർഡ് ഫീ യൂസിൽ നിന്നാണ് വരുന്നത്. സോ ഈ മർച്ചൻറ്റിൽ നിന്നും ഒരു കസ്റ്റമർ, ഒരു SBI ക്രെഡിറ്റ് കാർഡുള്ള ഒരാൾ ഒരു സാധനം വാങ്ങുന്ന സമയത്ത് അവർ വാങ്ങുന്ന 5,000 രൂപയുടെ അല്ലെങ്കിൽ 10,000 രൂപയുടെ ഒരു സാധനം വാങ്ങിക്കഴിഞ്ഞാൽ ആ ഒരു സാധനത്തിൻ്റെ പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് മണി ഈ പറയുന്ന മർച്ചൻറ്റ് അവരുടെ എമൗണ്ടിൽ നിന്നും SBI കാർഡിന് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇതിനെയാണ് മർച്ചൻറ്റ് ഡിസ്കൗണ്ട് റേറ്റ് എന്ന് പറയുന്നത്, MDR എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇന്ത്യയാണ് മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഈ റേറ്റ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ RBI ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഈ റേറ്റ് കുറക്കണമെന്നാണ്. അങ്ങനെയാണെങ്കിൽ കിട്ടുന്ന കടക്കാരന് തീർച്ചയായിട്ടും മുഴുവൻ എമൗണ്ട് കിട്ടുക തന്നെ ചെയ്യും. പക്ഷേ അവരുടെ ഷെയറിൽ നിന്നും ഈ കാർഡ് കമ്പനിക്ക് പോകുന്ന ഷെയർ കുറയുമെന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ SBI കാർഡിൻ്റെ വരുമാനത്തിൽ വൻ ഇടിവുണ്ടാകുമെന്നാണ് പറയുന്നത്. സോ മോത്തിലാൽ ഒസ്വാളിൻ്റെ ഒരു റിപ്പോർട്ടിൽ പറയുന്നത് ഏകദേശം 8 മുതൽ 17% വരെ റവന്യൂവിൽ കുറവുണ്ടാകാമെന്നുള്ളതാണ്. ഒരു കമ്പനിയെ സംബന്ധിച്ചിട്ട് 17% വരെ സെയിൽസിൽ കുറവുണ്ടാകുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. തീർച്ചയായിട്ടും ഇതിൻ്റെ ഇമ്പാക്റ്റ് ഏർണിങ്സിൽ ഉണ്ടാകുമെന്നാണ്. 8 മുതൽ 17% വരെയുള്ള ഇമ്പാക്റ്റ് ഏർണിങ്സിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ROA, അവരുടെ റിട്ടേൺ ഓൺ ക്യാപിറ്റലും റിട്ടേൺ ഓൺ അസറ്റ്സിലൊക്കെ ഏകദേശം 21 മുതൽ 40 വരെ ബേസിസ് പോയിൻറ്റ്സിൻ്റെ, ശതമാനമല്ല ബേസിസ് പോയിൻറ്റ്സിൻ്റെ വ്യത്യാസം വരാൻ സാധ്യതയുണ്ടെന്നാണ് കാണുന്നത്. പ്രത്യേകിച്ചും ഞാൻ പറഞ്ഞതുപോലെ SBI കാർഡ് പോലുള്ള ഒരു കമ്പനിയെ സംബന്ധിച്ച് 40 മുതൽ 50% വരെ റവന്യൂ പ്രധാനമായിട്ടും ഈ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് തന്നെയാണ് വരുന്നത്. സോ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതാണ് ഈ പറയുന്ന SBI കാർഡിൽ ഇത്രയും ഇടിവ് വരാൻ കാരണം. നല്ല രീതിയിൽ അത് മർച്ചൻറ്റ് ഡിസ്കൗണ്ട് കമ്മീഷൻ ഏകദേശം 10 മുതൽ 20% വരെ കുറക്കുമെന്നാണ് ഇപ്പോഴത്തെ അനുമാനം. ഓർമ്മിക്കുക, ഇതൊക്കെ അനുമാനങ്ങളാണ്. അടുത്ത മാസം RBI ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു റിപ്പോർട്ട് മുന്നോട്ട് വയ്ക്കും എന്നുള്ള, ഡിസ്കഷൻ മുന്നോട്ട് വയ്ക്കും എന്നുള്ള അനുമാനത്തിൻ്റെ പുറത്താണ് ഇത്രയും സംഭവിക്കുന്നത്. സോ RBI അതുപോലെ ചെയ്തു കഴിഞ്ഞാൽ ഓക്കെ, അത് ഡിസ്കൗണ്ടായി നമുക്കെന്ന് പറയാം. അല്ല എങ്കിൽ ഈ ഒരു അനുമാനം ഉള്ളതെങ്കിൽ ഇപ്പോൾ RBI അതുപോലെ നിലനിർത്താൻ തീരുമാനിക്കുകയോ അല്ലെങ്കിൽ 10 മുതൽ 20% വരെ കുറക്കാൻ തീരുമാനിച്ചത് ചിലപ്പോൾ 4-3% കുറക്കുകയോ ചെയ്തു കഴിഞ്ഞാലും വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാവില്ല. പക്ഷേ ഒരേ ഒരു കാര്യം, കൺസേൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
മറ്റു രാജ്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ MDR കമ്മീഷൻസ് ആയിട്ട് കൊടുക്കുന്നത് എന്നുള്ളതാണ്. സോ അത് കുറക്കാൻ വേണ്ടി ചിലപ്പം അവരുടെ ഭാഗത്തു നിന്നൊരു ചെറിയ അവസ്ഥ ഉണ്ടായേക്കാം, അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്നൊരു ചെറിയ ടൈറ്റനിങ് മെഷേഴ്സ് ഉണ്ടായേക്കാം. രണ്ടാമത്തെ കാര്യം BMW അതുപോലെ തന്നെ TVSുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വാർത്ത. ഇതൊരു പുതിയ കരാറല്ല. ഒന്നാമത് TVSും ഈ പറയുന്ന BMWയുടെ ബൈക്ക് സീരീസ് G സീരീസുമായിട്ടുള്ള അല്ലെങ്കിൽ BMWയുടെ ബൈക്ക് റൈഡുമായിട്ടുള്ള ഒരു കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് കമ്പനിയെ സംബന്ധിച്ച് പുതിയതല്ല. 2012-13 കാലത്ത് തന്നെ ഈ ഒരു കോൺട്രാക്റ്റ് നിലവിലുണ്ട് എന്നുള്ളതാണ് കമ്പനി വെബ്സൈറ്റിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഏകദേശം ലോകത്ത് ഇവരുടെ മൊത്തം ബൈക്ക് സെയിൽസിൻ്റെ 10% സെയിൽസ് അല്ലെങ്കിൽ 10% ഡിമാൻഡിൻ്റെ മീറ്റ് ചെയ്യുന്നത് ഈ പറയുന്ന തമിഴ്നാട്ടിലുള്ള ഒസൂറിലുള്ള പ്ലാന്റിൽ വെച്ചാണ് എന്നുള്ളതാണ് പറയുന്നത്. G സീരീസിൻ്റെ പ്രൊഡക്ഷൻ 2017 മുതൽ തന്നെ സ്റ്റാർട്ട് ചെയ്ത് എക്സ്പോർട്ടിങ്ങും കൂടി തുടങ്ങിയതാണ് ഇന്ത്യയിൽ നിന്നുള്ള തമിഴ്നാട് പ്ലാന്റിൽ നിന്നും BMW. അപ്പം ഏകദേശം 120ഓളം രാജ്യങ്ങളിൽ ഈ ബൈക്കുകൾ അവൈലബിൾ ആണ്. അപ്പോൾ മൊത്തം ബൈക്ക് ഡിമാൻഡിൻ്റെ 10% പ്രൊഡ്യൂസ് ചെയ്യുന്നത് തമിഴ്നാട്ടിലുള്ള ഈ പ്ലാന്റിൽ നിന്ന് തന്നെയാണ്. സോ 2017 മുതൽ ഈ പ്ലാന്റിൽ നിന്നുള്ള കരാറ് 2012-13 ഉണ്ടെങ്കിലും എക്സ്പോർട്ടിങ് ഈ പ്ലാന്റിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ച് എക്സ്പോർട്ടിങ് തുടങ്ങിയത് 2016-17 2017 മുതൽ 2016-17 മുതൽ ഈ വർഷം മുതൽ അവർ എക്സ്പോർട്ടിങ്ങും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഓൾറെഡി 1,00,000-ലധികം ബൈക്കുകൾ ഈ സമയത്ത് ഈ ഒരു പ്ലാന്റിൽ നിന്നും അവർ പ്രൊഡ്യൂസ് ചെയ്തു എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. സോ അത് വളരെ ശക്തമായിട്ട് ആ കരാർ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുകയാണ്. വീണ്ടും ആ കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് പക്ഷേ അതിലൊരു പുതുമയുള്ളത് ഇലക്ട്രിക് വെഹിക്കിൾസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മേഖലയിലാണ്. അവിടെ കൂടി അവരുടെ കരാർ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നു. അതിന് വേണ്ടിയിട്ട് പുതിയ പ്ലാന്റുകളും മറ്റും സ്ഥാപിക്കാൻ അവർ തീരുമാനിച്ചിരിക്കുന്നു. ആ ഒരു മേഖലയിൽ കൂടി മാത്രമല്ല TVSൻ്റെ ഇലക്ട്രിക് വെഹിക്കിൾസിലുള്ള ചുവടുമാറ്റം വളരെ പ്രശംസമാണ്. കാരണം 1000 കോടിയിലധികം രൂപയാണ് അവർ അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഇഷ്യൂ ചെയ്യാൻ പോകുന്നത്. ഒരു പ്രത്യേക സബ്സിഡറി തന്നെ രൂപീകരിക്കാൻ TVSൻ്റെ മാനേജ്മെൻറ്റ് ഓൾറെഡി TVSന് നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞു. മാത്രമല്ല പ്രത്യേകിച്ചായിട്ടുള്ള സെപ്പറേറ്റ് ഫണ്ടിങ്ങും കൂടി ഈ ഒരു മേഖലയ്ക്ക് വേണ്ടി എടുക്കാൻ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ അപ്രൂവൽ TVS മാനേജ്മെൻറ്റിന് കിട്ടിയെന്നുള്ളതാണ്. സോ ഇതൊക്കെ കൊണ്ട് നോക്കുമ്പോൾ സമയത്ത് ഇലക്ട്രിക് വെഹിക്കിൾസിലേക്ക് വരുന്നു. ഓൾറെഡി അത്രയും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് ഈ ഒരു സെഗ്മെൻറ്റിൽ. അപ്പോൾ അവർക്ക് നല്ലൊരു ജർമ്മൻ പാർട്ട്ണറായിട്ടുള്ള ലോകത്തിൽ തന്നെ ഏറ്റവും നല്ല ഒരു പാർട്ട്ണറെ അവർക്ക് അതിന് കിട്ടുന്നു. ഓൾറെഡി ഉള്ള കോൺട്രാക്ട് പ്രകാരം ആ ഒരു കോൺട്രാക്ട് എക്സ്പെൻഡ് ചെയ്യാൻ പോകുന്നു. അവർക്ക് അവരുടെ ടെക്നോളജി ഉപയോഗിക്കാം, അവരവരുടെ നോഹൗ ഉപയോഗിക്കാം. സോ അതുപോലെ ആ ഒരു രീതിയിലൊക്കെ TVSനെ സംബന്ധിച്ചിട്ടൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. സോ ആ ഒരു കാരണങ്ങൾ കൂടി കൊണ്ടാണ് ഈ പറയുന്ന TVSന് ഇന്ന് ഇത്രയും നേട്ടം ഉണ്ടാക്കാൻ സാധിച്ചത്. EV സെഗ്മെൻറ്റിൽ TVS ഒരു വലിയ വെല്ലുവിളിയൊത്തും മറ്റു കമ്പനികൾക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല, പ്രത്യേകിച്ചും BMW കൂടെ ഉണ്ടാകുന്ന സമയത്ത്. മറ്റൊരു മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം മ്യൂച്വൽ ഫണ്ടിൻ്റെ നവംബർ ഡാറ്റകൾ വന്നിരിക്കുന്നു. മ്യൂച്വൽ ഫണ്ട് നമുക്കറിയാം FISും DISും വളരെ ശക്തമായിട്ടുള്ള മത്സരം നടന്നൊരു മാസമായിരുന്നു നവംബർ. FIS വിൽക്കുന്നു, കണ്ടിന്യൂസ് ആയിട്ട് DIS വാങ്ങുന്നു. അപ്പം ഒരു വളരെ പറയുന്നുണ്ട്. ഓൾ ടുഗെദർ ആംഫിയുടെ ഡാറ്റ പറയുന്നത് മ്യൂച്വൽ ഫണ്ട് അസോസിയേഷൻ്റെ ഡാറ്റ പറയുന്നത് 11,600 കോടി രൂപയുടെ ഇൻഫ്ലോ ആണ് ഈ പറയുന്ന മാർക്കറ്റിലേക്ക് ഈ ഭാഗത്തുനിന്ന് മ്യൂച്വൽ ഫണ്ടുകളിലേക്ക് ഇക്വിറ്റി റിലേറ്റഡ് ഫണ്ടുകളിലേക്ക് വന്നിരിക്കുന്നത്. ഇതിൽ ഏകദേശം പ്രധാനമായിട്ടുള്ള റീസ്ട്രക്ചറിങ് നടന്നിരിക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ ആക്സിസ് ബാങ്കിലും ICICI ബാങ്കിലുമാണ്. ഏകദേശം 3,000 കോടി രൂപയിലധികമുള്ള ബൈങ് വന്നിരിക്കുന്നത്. ആക്സിസ് ബാങ്ക് അതുപോലെ തന്നെ ICICI ബാങ്ക്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട വിൽപ്പന നടന്നിരിക്കുന്നത് സൊമാറ്റോയിലും അപ്പോളോ ഹോസ്പിറ്റലിലുമാണ്. ഏകദേശം 600 കോടി രൂപയുടെ സെല്ലിംഗ് ഈ ഒരു മേഖലയിൽ നടന്നിരിക്കുന്നു. ഈ രണ്ട് ഓഹരികളിലായിട്ട് നടന്നിരിക്കുന്നതാണ് കാണുന്നത്. മിഡ് ക്യാപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ സീ എൻ്റർടൈൻമെൻറ്റ്, ഇന്ത്യ ബുൾസ് അതുപോലെ തന്നെ ഇപ്ക ലാബ്, ഈ 3 കമ്പനികളിലും ഏകദേശം കൂടി 530 കോടി രൂപയുടെ ബൈങ് നടന്നതായിട്ട് നവംബർ മാസത്തിൽ ഫണ്ടുകൾ വാങ്ങിയതായിട്ട് കാണുന്നു. പ്രധാനമായിട്ട് സെല്ലിംഗ് നടന്നിരിക്കുന്നത് IEXലാണ്, ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ചിലെ 246 കോടി രൂപയുടെ സെല്ലിംഗ്. അതുപോലെ തന്നെ RD ഇൻഡസ്ട്രീസിലെ 181 കോടി രൂപയുടെ സെല്ലിങ്ങും നടന്നതായിട്ട് കാണുന്നു. സ്മോൾ ക്യാപ്പിലേക്ക് വരുന്ന സമയത്ത് ഏകദേശം 354 കോടി രൂപയുടെ ബൈങ് ആണ് സെൻസാർ ടെക്നോളജിയിൽ നടന്നിരിക്കുന്നത്. അതുപോലെ തന്നെ PVRൽ 100 കോടി രൂപയിലധികം സെല്ലിംഗ് നടന്നിരിക്കുന്നതാണ് നവംബർ ഡാറ്റ മനസ്സിലാക്കുന്നത്. ഇനി സെഗ്മെൻറ്റ് വൈസ് നോക്കിക്കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട മ്യൂച്വൽ ഫണ്ട് കമ്പനികളുടെ ബൈയിങ്ങും സെല്ലിങ്ങും എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം നമുക്ക് SBI മ്യൂച്വൽ ഫണ്ട് എടുക്കാം. SBI മ്യൂച്വൽ ഫണ്ട് നവംബർ മാസത്തിൽ
4 ഷെയറുകളിൽ പുതുതായിട്ട് എൻട്രി എടുത്തിരിക്കുന്നു. അതിൽ ഒന്ന് CDSL ആണ്, രണ്ടാമത്തത് മോർപിൻ ലാബാണ്, മൂന്നാമത്തത് ലോറസ് ലാബാണ്. ഈ 3 കമ്പനികളിൽ പ്രധാനമായിട്ടും SBI പറയുന്ന പ്രധാനപ്പെട്ട മ്യൂച്വൽ ഫണ്ട് എന്ന രീതിയിൽ എൻട്രി എടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ അവരുടെ പ്രധാനപ്പെട്ട ICICI മ്യൂച്വൽ ഫണ്ട്, മറ്റൊരു കാര്യത്തിൽ ICICI മ്യൂച്വൽ ഫണ്ടിലേക്ക് വരുന്ന സമയത്ത് അവർ പ്രധാനമായിട്ടും പുതിയതായിട്ടൊരു കവറേജ് നടത്തിയിരിക്കുന്നു. കാർ ട്രേഡിൽ അവർ എൻട്രി എടുത്തിരിക്കുന്നു. മാത്രമല്ല CG പവർ, BSE ഈ 3 കമ്പനികളിൽ അവർ പുതുതായിട്ട് എൻട്രി നവംബർ മാസത്തിൽ എടുത്തിരിക്കുന്നതായിട്ട് കാണുന്നു. സെല്ലിംഗ് സൈഡിൽ വരുന്നത് സൊമാറ്റോ ആണ് ICICI മ്യൂച്വൽ ഫണ്ട് പ്രധാനമായിട്ടും സെൽ ചെയ്തിരിക്കുന്നത്. ഇനി HDFC മ്യൂച്വൽ ഫണ്ടിൻ്റെ ഡാറ്റ നോക്കിക്കഴിഞ്ഞാൽ അദാനി ഗ്രീൻ, അദാനി ട്രാൻസ്മിഷൻ, സുന്ദരം ഹോൾഡിങ്സ് ഈ 3 കമ്പനികളിൽ പുതുതായിട്ട് കവറേജ് HDFC തുടങ്ങിയിരിക്കുന്നു. അദാനി ഗ്രീൻ, അദാനി ട്രാൻസ്മിഷൻ, അതുപോലെ തന്നെ സുന്ദരം ഹോൾഡിങ്സ്. അതുപോലെ തന്നെ HDFC പ്രധാനമായിട്ടും സെല്ല് ചെയ്ത ഓഹരികൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് IEX ആണ്, അതുപോലെ തന്നെ TVS മോട്ടോഴ്സ്, ഇന്ത്യ സിമെൻറ്റ് ഈ 3 കമ്പനികളിൽ നിന്നും അവർ നവംബർ മാസത്തിൽ എക്സിറ്റ് ചെയ്തതായിട്ടും കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ടത് കൊടാക് ബാങ്കാണ്. കൊടാക് ബാങ്ക് എൻട്രി എടുത്തിരിക്കുന്ന പ്രധാനപ്പെട്ട ഷെയറുകൾ REC, വേർപൂൾ, അതുപോലെ തന്നെ മാക്സ് ഹെൽത്ത് ഈ 3 കമ്പനികളിൽ അവർ പുതുതായിട്ട് എൻട്രി എടുത്തിരിക്കുന്നു. പ്രധാനമായിട്ടുള്ള 2 സെല്ലിംഗാണ് അവർ നടത്തിയിരിക്കുന്നത്. ഒന്ന് IIF വെൽത്ത് ആണ്, അതുപോലെ തന്നെ ടൊറൻറ്റ് പവർ. ഈ കമ്പനികളിൽ നിന്നും അവർ എക്സിറ്റ് ചെയ്തു. പ്രത്യേകിച്ചും ഫണ്ടുകൾ എക്സിറ്റ് ചെയ്യുന്നതും എൻട്രി ചെയ്യുന്നതും ഒക്കെ വലിയൊരു സിഗ്നൽ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ അതിൻ്റെ പുറകിൽ ഒരു ബൈയോ സെല്ലോ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. പക്ഷേ വലിയ ഫണ്ടുകൾ, വളരെ പ്രൊഫഷണലി മാനേജ് ചെയ്യുന്ന ഫണ്ടുകൾ അവർ എൻട്രി എക്സിറ്റ് എടുക്കുന്നത് ഒരു സിഗ്നലായിട്ട് സാധാരണ മാർക്കറ്റിൽ കാണാറുണ്ട്. സോ നമുക്കും ഒരു ആസ്പെക്റ്റിൽ മാർക്കറ്റിനെ സംബന്ധിച്ച് ഏതൊരു ഇൻഫോർമേഷനും ചെറുതല്ല. സോ ഫണ്ടുകൾ എക്സിറ്റ് ചെയ്ത് സ്വിച്ച് ഓവർ ചെയ്ത് മറ്റു ഫണ്ടുകളിലേക്ക് മാറുന്നു എന്ന് പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. സോ പുതിയ സ്റ്റോക്കുകൾ വന്നിരിക്കുന്നു. ICICI വാങ്ങിച്ചിരിക്കുന്നു, ആക്സിസ് വാങ്ങിച്ചിരിക്കുന്നു. അപ്പോൾ നമുക്ക് അതിൻ്റെ മാർക്കറ്റ് മൂവ് ചെയ്യുന്ന സമയത്ത് ഈ സ്റ്റോക്കുകളിൽ ഉണ്ടാകുന്ന മൂവ്മെൻറ്റും നമുക്കറിയാവുന്നതാണ്. സോ ICICI തന്നെ പല ബ്രോക്കിംഗ് ഫേമുകളും ഇപ്പോൾ 1000-ന് മുകളിൽ ടാർഗറ്റ് കൊടുത്തിട്ടുണ്ട്. ഇന്നലെ എനിക്ക് തോന്നുന്നു ICICI സെക്യൂരിറ്റീസിൻ്റെ ICICIക്ക് 1000-ന് മുകളിൽ ടാർഗറ്റ് പറഞ്ഞു. 1200, 1300 ഒക്കെ ടാർഗറ്റ് CLS ഒക്കെ ഒരു മാസം മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1000-ന് മുകളിൽ എത്രയും പെട്ടെന്ന് എത്തും എന്നുള്ളത്. ആക്സിസ് ബാങ്ക്. സോ ഇപ്പോൾ മ്യൂച്വൽ ഫണ്ടുകാരും അതിൽ വാങ്ങിയിരിക്കുന്നു. ലാബ് കമ്പനികൾ, മെട്രോപോളിസ് പോലുള്ള മോർപ്പൻ ലാബ്, ലോറസ് ലാബ് ഇങ്ങനെയുള്ള കമ്പനികളിലൊക്കെ SBI. അപ്പം ആ ഒരു ഡയഗ്നോസ്റ്റിക് സെക്ടറൽ പോസിറ്റീവാണ്. ഇത് മാർക്കറ്റ് ഔട്ട്ലുക്കിലൂടെ നമ്മളും ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ്. കാരണം ഇപ്പോൾ ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ പരിശോധനയ്ക്ക് മുമ്പ് തന്നെ ടെസ്റ്റ് ഫലങ്ങൾ ആവശ്യമായിട്ട് വരുന്ന സമയമാണ്. സോ ഡോക്ടർ ലാൽപത്ത് ലാബ്, ഈ പറയുന്ന മെട്രോപോളിസ്, മോർപ്പൻ ലാബ് ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട കമ്പനികളിലൊക്കെ മ്യൂച്വൽ ഫണ്ട് കമ്പനിക്കാരും എക്സ്പോഷർ എടുത്തു തുടങ്ങിയിരിക്കുന്നു. സോ സ്വാഭാവികമായിട്ടും അതൊരു കോമൺ സെൻസ് അനാലിസിസ് എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഓഹരികളായിട്ട് മാറുന്നു. HDFC അദാനി ഗ്രൂപ്പിൽ പോസിറ്റീവാണ്. നമുക്ക് അദാനി ഗ്രീൻ, അദാനി ട്രാൻസ്മിഷൻ, സുന്ദരം ഹോൾഡിങ്സ് ഇങ്ങനെയുള്ള കമ്പനികൾ, ഹോൾഡിംഗ് കമ്പനികൾ പ്രിയപ്പെട്ടവരായി മാറുന്നു. സോ അവരെ പക്ഷേ 2 ഫണ്ടുകൾ കോമൺ ആയി നോക്കിക്കഴിഞ്ഞാൽ IEXൽ നിന്നും 2 ഫണ്ടുകൾ എക്സിറ്റ് ചെയ്ത് മാറുന്നുണ്ട് കാണുന്നുണ്ട്. TVS മോട്ടോറിൽ എക്സിറ്റ് ചെയ്തിരിക്കുന്നു HDFC ബാങ്ക് എന്നുള്ളതാണ്. സോ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട TVSൻ്റെയും ആക്സിസ് ബാങ്കിൻ്റെ പ്രധാനപ്പെട്ട ബൈ, ആക്സിസ് മ്യൂച്വൽ ഫണ്ടിൻ്റെ പ്രധാനപ്പെട്ട ബൈ നടന്നിരിക്കുന്നത് TVS മോട്ടോഴ്സ്, അതുപോലെ തന്നെ നുവാക്കോയിൽ നിന്നും അവർ എക്സിറ്റ് ചെയ്തതായിട്ടും കാണുന്നുണ്ട്. തെർമാക്സിൽ അവർ പോസിറ്റീവ് ബൈ ആണ് കാണിക്കുന്നത്. ആക്സിസിൽ പോസിറ്റീവ് ബൈ കാണിക്കുന്നു. നേരെ മറിച്ച് നുവാക്കോയിൽ അവർ എക്സിറ്റ് ചെയ്തതായിട്ട് കാണുന്നുണ്ട്. സോ ഇത് മ്യൂച്വൽ ഫണ്ടിൻ്റെ ഒരു ഓവറോൾ ഡാറ്റയാണ്. ഇത് നമ്മളെ സംബന്ധിച്ചിട്ട് ലോങ് ടേം ഇൻവെസ്റ്റ് ചെയ്യുന്നവരെ സംബന്ധിച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ഡാറ്റ തന്നെയാണ്. സോ ഈ 3 പ്രധാനപ്പെട്ട ഇൻഫോർമേഷൻസ് നിങ്ങളുമായിട്ട് പങ്കുവെക്കണം തോന്നി. SBI കാർഡിൻ്റെ ഫോളിനുള്ള കാരണം എന്താണ്, മർച്ചൻറ്റ് ഡിസ്കൗണ്ട് വാല്യൂ ആയിട്ട് ബന്ധപ്പെട്ട, മർച്ചൻറ്റ് ഡിസ്കൗണ്ട് റേറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യം, അതുതന്നെ US ഫെഡറൽ റിസർവിൻ്റെ ഡാറ്റ ഇന്ന് വരുന്നു. അതിൻ്റെ ഒന്ന് വരാനുള്ള പോസിബിലിറ്റി, ടാപ്പറിങ് എങ്ങനെ തുടങ്ങും, എത്ര കാലം ഇനി റേറ്റ് ഹൈക്ക് എത്ര പ്രാവശ്യമായിട്ടുണ്ടാകും, ഇൻഫ്ലേഷൻ വളരെ 40 വർഷത്തെ ഏറ്റവും മുകളിലാണ് US ഇൻഫ്ലേഷൻ സ്ഥിതി ചെയ്യുന്നത്. സോ എക്കോണമി സ്ട്രോങ് ആയിട്ട് വരുന്നു. അൺഎംപ്ലോയ്മെൻറ്റ് ഡാറ്റ കുറഞ്ഞു വരുന്നു. സോ എക്കോണമി സ്ട്രോങ് ആണ്. സോ തീർച്ചയായിട്ടും റേറ്റ് കട്ട് ആവശ്യമുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. റേറ്റ് എന്താണ് ചെയ്യാൻ പോകുന്നത് ഫെഡറൽ റിസർവിൻ്റെ ഭാഗത്തു നിന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ടും നോക്കുന്നത്. സോ അതിനനുസരിച്ചിട്ട് തീർച്ചയായിട്ടും ഇന്ന് മാർക്കറ്റിലും റിയാക്ഷൻ ഉണ്ടാകും. നാളെയായിട്ട് US മാർക്കറ്റിൻ്റെ ഇന്നത്തെ ക്ലോസിംഗ് അനുസരിച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ അവിടെ നിന്ന് വരുന്ന കമൻറ്റുകളുടെ പ്രധാനപ്പെട്ട ദിശക്കനുസരിച്ചിട്ട് ഈ മാർക്കറ്റും റിയാക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. സോ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ ലൈവ് മാർക്കറ്റ് അപ്ഡേറ്റുകൾക്കും സ്വിംഗ് സജഷൻസിനുമായിട്ട് ഞങ്ങളുടെ മാർക്കറ്റ് ആപ്പ് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.
അതുവഴി നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ലൈവായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ പ്രതീക്ഷിക്കുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ നന്ദി, നമസ്കാരം, താങ്ക് യു.